13, 14, 15 നൂറ്റാണ്ടുകളിലെ നിരവധി വിദേശ സഞ്ചാരികൾ കോഴിക്കോടിനെക്കുറിച്ച് പറയുന്നുണ്ട്. 1290കളിൽ കേരളത്തിലെത്തിയ മാർക്കോ പോളോ കോഴിക്കോടിനെക്കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ല. 1342 കോഴിക്കോട്ടെത്തിയ മൊറോക്കൻ അറബ് സഞ്ചാരിയായ ഇബിൻ ബാത്തൂത്തയാണ് കോഴിക്കോടിനെക്കുറിച്ച് സുദീർഘമായ വിവരങ്ങൾ നമുക്ക് നൽകുന്നത്. കോഴിക്കോട്ടെ സമ്പന്നരായ മുസ്ലിം വ്യാപാരികളെക്കുറിച്ചും ആരാധനാലയങ്ങളെക്കുറിച്ചും അവരും സാമൂതിരിമാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഇബിൻ ബാത്തൂത്ത വിശദീകരിക്കുന്നു. 3 തരത്തിലുള്ള ചൈനീസ് കപ്പലുകൾ കോഴിക്കോട് എത്തിയതായും ബാത്തൂത്ത പറയുന്നു. ബാത്തൂത്തയ്ക്ക് ശേഷം 1349 കോഴിക്കോട്ടെത്തിയ ചൈനീസ് സഞ്ചാരി വാങ് തുവാൻ 1406നും 1433നും ഇടയിൽ 7 പ്രാവശ്യം കോഴിക്കോട് സന്ദർശിച്ച ചൈനീസ് ചരിത്രകാരൻ മാ ഹുവാൻ, 1421 കോഴിക്കോട്ടെത്തിയ ഇറ്റാലിയൻ സഞ്ചാരി നിക്കോളോ കോണ്ടി, 1442 കോഴിക്കോട്ടെത്തിയ പേർഷ്യൻ അംബാസഡറായ അബ്ദുൾ റസാഖ്, 15ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ കോഴിക്കോടിനെ കുറിച്ച് എഴുതിയ റഷ്യൻ സഞ്ചാരി അത്തനാസ് നിക്കത്തിൻ. അങ്ങനെ നിരവധി വിദേശ സഞ്ചാരികളുടെ യാത്രാക്കുറിപ്പുകളിൽ പരാമർശിക്കപ്പെടുന്ന വിശ്വപ്രസിദ്ധമായ കച്ചവട കേന്ദ്രമാണ് കോഴിക്കോട്.